ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വാട്സപ്പിൻ്റെ കുറച്ച് ഫീച്ചറാണ്. നമ്മുടെ കൺമുന്നിൽ എപ്പോഴും കാണുന്ന ഒരു ഫീച്ചറാണ്, പക്ഷെ നമ്മൾ ആരും ശ്രദ്ധിക്കുന്നില്ല. ഒരുപാട് നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് കുറച്ച് പുതിയ ഫീച്ചറും ഈ ഫീച്ചറും കൂടി ചേർത്തൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ചുവപ്പാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളെ വിലപ്പെട്ട ചെയ്യുമെന്നും പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റും ഷെയറും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ വീഡിയോ കണ്ടു നോക്കാം. തന്നെ നമ്മൾ നോക്കാൻ പോകുന്ന വാട്സപ്പിലെ കുറച്ച് മുമ്പ് വന്ന ഒരു ഫീച്ചറാണ്, എന്നാലും പലർക്കും അറിയില്ലെന്ന് തോന്നുന്നു. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആകെ ഞാൻ 2-3 ഓപ്ഷൻ അല്ലെങ്കിൽ ട്രിക്സ് മാത്രമാണ് ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. കാരണം കൂടുതലാകുമ്പോൾ ആൾക്കാർക്ക് പിന്നെ മനസ്സിലാക്കാനും പിന്നെ ഉപയോഗിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ കുറച്ചാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുത്ത് അത് വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ ഒരു എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ആദ്യം തന്നെ നമ്മൾ ഈ വാട്സപ്പ് ഹാക്ക് ചെയ്യപ്പെടും അല്ലെങ്കിൽ ഹാക്ക് ചെയ്യപ്പെട്ടു എന്നൊക്കെ നമുക്ക് കുറേ കാലമായിട്ട് കേൾക്കുന്ന ന്യൂസാണ്. സത്യത്തിൽ ഹാക്ക് ചെയ്യുന്നുണ്ടോ? ഓക്കെ, അതിരിക്കട്ടെ. നമ്മൾ അങ്ങനെ ഹാക്ക് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് തടയാൻ വേണ്ടിയിട്ട് വാട്സപ്പിലൊരു ഫീച്ചർ ഉണ്ട്. അത് ചിലപ്പോൾ മിക്കവർക്കും അത് അറിയില്ലെന്ന് തോന്നും. അത് ഏതാണ്, എങ്ങനെ അത് ഉപയോഗിക്കാമെന്ന് നമ്മളൊന്ന് കണ്ടു നോക്കാം. അതിന് നമ്മുടെ വാട്സപ്പിൻ്റെ മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സിൽ പോവാം. സെറ്റിങ്സിൽ പോയാൽ നമ്മുടെ അക്കൗണ്ട് എന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാം. അക്കൗണ്ടിൽ പോയാൽ അതിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. 3ാമത്തെ പ്രൈവസി സെക്യൂരിറ്റി താഴെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇതെന്താണെന്ന് വെച്ചാൽ, ആരെങ്കിലും നമ്മുടെ വാട്സപ്പ് ഹാക്ക് ചെയ്തു ഈ വാട്സപ്പിൻ്റെ കോഡ് വെച്ചാണ് വാട്സപ്പ് നമ്മൾ ലോഗിൻ ചെയ്യുന്നത്, വാട്സപ്പ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഒരു കോഡ് വാട്സപ്പ് അയച്ചു തന്നാൽ അല്ലെങ്കിൽ കോൾ വഴിയോ SMS വഴിയോ അയച്ചു തന്നാൽ മാത്രമേ നമുക്ക് വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റൂ. അപ്പം അങ്ങനെ ഉപയോഗിക്കുന്നവർക്ക് രണ്ടാമതായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു കോഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു കോഡ് കൊടുത്തിട്ട് അപ്പോൾ നമുക്കത് ആർക്കും അറിയാതെ അത് എടുത്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് ഈ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ. അപ്പോൾ അത് ഒന്ന് ഇങ്ങനെ നോക്കാം. അത് ആദ്യം ഒന്ന് ഓപ്പൺ ചെയ്താൽ അവിടെ നമുക്ക് എനേബിൾ ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ എനേബിൾ ചെയ്തിട്ടില്ല. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു 6 അക്ക സംഖ്യ കൊടുക്കാൻ അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മിങ്ങനെ ഉദാഹരണത്തിന് ഞാനിപ്പോൾ കൊടുത്തു. അതേ നമ്പർ തന്നെ വീണ്ടും രണ്ടാമത് അടിച്ചു കൊടുത്തതിൽ പിന്നെ ഇപ്പോൾ ഓൾറെഡി ഞാനിപ്പോൾ ഒന്ന് കൊടുത്തിട്ട് അത് ചേഞ്ച് ആക്കി അടിച്ച് കൊടുത്തുകൊണ്ടാണ് ഇത് നോ മാച്ച് കാണിക്കുന്നത്. സെയിം ആയിട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഓക്കെ അത് കൊടുത്തു, അതുപോലെ തന്നെ സെയിം കൊടുത്തു. എന്നിട്ട് ഇത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു ഇമെയിൽ ID എപ്പോഴെങ്കിലും നമുക്ക് മറന്നു പോയിട്ടുണ്ടെങ്കിൽ തന്നെ പിന്നെ ഫോർഗെറ്റ് അല്ലെങ്കിൽ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരു ഇമെയിൽ ID ആണെങ്കിൽ നമുക്ക് ഇവിടെ അഡീഷണലായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ എളുപ്പത്തിൽ ഈ നമ്പർ നമുക്ക് അഥവാ എപ്പോഴെങ്കിലും മറന്നു പോയാൽ തന്നെ പുതിയൊരു നമ്പർ ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഫോർഗെറ്റ് ചെയ്തിട്ട് അത് മാറ്റിയെടുക്കാനൊക്കെ പറ്റുന്ന ഒരു സംഭവമായിട്ട് അവിടെ ഇമെയിൽ ചോദിക്കുന്നുണ്ട്. അവിടെ നമുക്കിപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു മെയിൽ കൊടുക്കാം. കൊടുത്തിട്ട് നെക്സ്റ്റ് അടിച്ചാൽ പിന്നെ നമുക്ക് അവിടെ വീണ്ടും ആ ഒരു മെയിലാണ് അവർ ചോദിക്കുന്നത്, കൺഫേം മെയിലാണ് ചോദിക്കുന്നത്. ആ മെയിൽ തന്നെ വീണ്ടും അടിച്ചു കൊടുത്താൽ ഓക്കെ, ഇത് എവിടെ സേവ് ചെയ്താൽ നമുക്ക് എനേബിളായി. പിന്നെ നമ്മൾ വാട്സപ്പ് ആർക്കും അങ്ങനെ എളുപ്പത്തിലൊന്നും ഒരാൾക്കും പിന്നെ ഹാക്ക് ചെയ്യാൻ പറ്റില്ലെന്ന ഉറപ്പ് വാട്സപ്പ് തന്നെ നമുക്ക് നൽകുന്നുണ്ട്. ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഇത് പലർക്കും സ്ത്രീകൾക്കാണ് പലപ്പോഴും, പിന്നെ സ്ത്രീകളെന്നല്ല പുരുഷന്മാരാണ് എന്തെങ്കിലും കുറച്ച് IT പരമായിട്ടുള്ള അറിവുള്ള ആൾക്കൈയിലൊക്കെ വാട്സപ്പ് അല്ലെങ്കിൽ ഫോണൊക്കെ കൊടുക്കുമ്പോൾ ഒന്നും കൂടി ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മിച്ചിട്ട് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് രണ്ടാമതായിട്ട് നോക്കുന്നത്, നമ്മളിപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. യാത്ര ചെയ്യുമ്പോൾ നല്ല പ്ലേസ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ അവിടെ നിർത്തിയിട്ട് വണ്ടി ഇറങ്ങിയിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാറുണ്ട്. അത് എടുത്തിട്ട് ആ പ്ലേസ് നല്ലതാണെങ്കിൽ നമ്മളെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ ഫാമിലിക്ക് ഒന്ന് അഹങ്കാരത്തോടെ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വെറുതെ ആണെങ്കിലും ഒന്ന് അയച്ചു കൊടുക്കുമ്പോൾ അവർ ചോദിക്കും, നല്ല പ്ലേസൊക്കെ കാണുമ്പോൾ ഇതെവിടെയാണെന്നൊക്കെ ചോദിച്ചാൽ അവർക്ക് എന്തായാലും ഇതിൻ്റെ ഒരു റീപ്ലൈ നമുക്ക് കൊടുക്കേണ്ടി വരും. ഞാനിന്ന സ്ഥലത്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റീപ്ലൈ കൊടുക്കേണ്ടി വരും. അപ്പം അങ്ങനെ ഉള്ള ടൈമിൽ നമുക്ക് പിന്നെ
അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫോട്ടോസ് അയക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ അതിന് ലൊക്കേഷൻ ആഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ വീഡിയോസിൻ്റെ കൂടെ ലൊക്കേഷൻ ആഡ് ചെയ്തിട്ട് നമുക്ക് അയക്കാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഒരുപാട് മുമ്പുള്ള ഫീച്ചറാണ്, പക്ഷേ ഹൈഡ് ആയതുകൊണ്ട് പലർക്കും ഇത് അറിയില്ലെന്ന് തോന്നുന്നു. ഇനി മുതൽ നിങ്ങളിത് ഉപയോഗിച്ച് നോക്കും. നല്ലൊരു അടിപൊളി ഓപ്ഷനായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതിങ്ങനെ നോക്കാം. ഞാനിപ്പോൾ ഇതിൽ എൻ്റെ ഒരു ഫോട്ടോസ് ഇവിടുന്ന് സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ ഞാനിപ്പോൾ എൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്ത് ഇതിൽ ഞാനിപ്പോൾ ലൊക്കേഷൻ ചേർത്ത് അയക്കുന്നത് നമ്മൾ ഈ മുകളിൽ കാണുന്ന ഇമോജി ചിഹ്നത്തിലേക്ക് ക്ലിക്ക് ചെയ്ത് തന്നെ ഇതിൽ ഒരുപാട് ഇമോജി വരും. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് തന്നെ നമുക്ക് ഈ ക്ലോക്കിൻ്റെ അടുത്തായിട്ട് ഏരോ മാർക്കിൻ്റെ നടുവിലായിട്ട് ഈ ലൊക്കേഷൻ ചിഹ്നം കാണുന്ന ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഓക്കെ അവിടെ നമുക്ക് ലൊക്കേഷൻ ഓപ്പണായി വരുന്നത് കാണാം. അപ്പോൾ എൻ്റെ ലൊക്കേഷൻ ഇപ്പോൾ എൻ്റെ ലൊക്കേഷൻ ഇവിടെ എനിക്ക് കാണാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ലൊക്കേഷൻ സെലക്ട് ചെയ്തിട്ട് അവിടുന്ന് ഞാൻ അയക്കാൻ പോവുകയാണ്. ഓക്കെ ഇപ്പോൾ ഞാനിപ്പോൾ ലൊക്കേഷൻ അയച്ചു. ഇപ്പോൾ എന്നിട്ട് ഞാനിപ്പോൾ സെൻഡ് ചെയ്യുമ്പോൾ ഈ സെൻഡായ ഫോട്ടോയിൽ കാണുന്ന ഈ ലൊക്കേഷൻ കോയിപ്പാടി എന്ന് പറയുന്നത് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ അവിടെ നമുക്ക് ഒരു സി ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നതായിട്ട് കാണാം. അതൊന്ന് വീണ്ടും ടാപ്പ് ചെയ്താൽ നമ്മളെ മാപ്പ് ഓപ്പണായിട്ട് അതിൽ നമ്മുടെ ലൊക്കേഷൻ റൂട്ട് പറഞ്ഞു തരുന്നതായിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സിനും മറ്റുള്ളവർക്ക് പ്ലേസ് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ അവർക്ക് അവിടെ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ അതും എളുപ്പമായിട്ടുള്ളൊരു സംഭവമായിട്ട് നമുക്ക് നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഇത് ഞാൻ. അപ്പോൾ വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ നമുക്ക് വീഡിയോസ് ഇതേപോലെ തന്നെ ഷെയർ ചെയ്തിട്ട് പിന്നെ വീഡിയോസ് കുറവാണ്. എന്നാലും വീഡിയോസൊന്നും ഞാൻ ഈ ഫോണിലധികം സൂക്ഷിക്കാറില്ല. ഓക്കെ അപ്പോൾ ഈ വീഡിയോസ് ഇപ്പോൾ നമ്മളിപ്പോൾ വീഡിയോസ് ആണെങ്കിൽ ഈ വീഡിയോസിൽ ഇതുപോലെ തന്നെ ഇമോജിയിൽ പോയിട്ട് പിന്നെ ഇത് കാണുന്ന ഈ ലൊക്കേഷനിൽ പോയിട്ട് ടാപ്പ് ചെയ്തിട്ട് പിന്നെ നേരത്തെ കാണിച്ച പോലെ തന്നെ നമുക്ക് ഇതും സെൻഡ് ചെയ്യാം. ഇങ്ങനെ സെൻഡ് ചെയ്യുമ്പോൾ അതിലും അങ്ങനെ തന്നെ വരും. അതും ടാപ്പ് ചെയ്താൽ നമുക്ക് നമ്മൾ പ്ലേസ് കറക്റ്റായിട്ട് അവർക്ക് അറിയാനും അവർക്ക് നല്ല ഇഷ്ടപ്പെട്ട പ്ലേസ് ആണെങ്കിൽ അവർക്ക് വീണ്ടും പോകാനുള്ളൊരു എളുപ്പവഴിയായിട്ടും അത് നമുക്ക് എളുപ്പവഴിയായി തന്നെ നമുക്കിത് കാണാൻ പറ്റും. എന്തായാലും നല്ലൊരു ഓപ്ഷനായിട്ടാണ് എനിക്കിത് തോന്നിയത്. അപ്പോൾ അടുത്ത ഓപ്ഷൻ നമുക്കൊന്ന് കണ്ടു നോക്കാം. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സപ്പിൽ നമുക്ക് എങ്ങനെ ടാഗ് ചെയ്യുന്നത്. ടാഗ് എന്ന് ഉദ്ദേശിച്ചാൽ നമുക്കിപ്പോൾ ഗ്രൂപ്പിലാണെങ്കിൽ 259 പേരുള്ള ഒരു ഗ്രൂപ്പിൽ അപ്പോൾ അതിൽ ഒരാൾക്ക് മാത്രമായിട്ട് നമുക്ക് പ്രത്യേകം അവർക്ക് ഇങ്ങനെ നോട്ടഡായിട്ട് ഇങ്ങനെ അവരെ മാത്രമായിട്ട് ഫോക്കസ് ആയിട്ട് ചെയ്യുന്ന സംഭവമാണ് ടാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ടാഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഗ്രൂപ്പിൽ പോയിട്ട് ഇതിലെനിക്ക് ഏതെങ്കിലും എൻ്റെ ഒരു ഫാമിലി മെമ്പേഴ്സിന് മാത്രമായിട്ട് ടാഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ ടെക്സ്റ്റ് ബാറിൽ പോയിട്ട് ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് തന്നെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും നമുക്ക് കാണാൻ പറ്റും. ഇതിൽ ഞാനിപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ മെസ്സേജ് അയക്കുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ കുറേ ടെക്സ്റ്റ് ഒക്കെ ചെയ്യുന്നതിനിടെ എനിക്കൊന്ന് അത്യാവശ്യം തിരക്കാനുള്ള കാര്യങ്ങളായിട്ട് നിങ്ങൾ പോയി അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ആൾ ഈ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയി കുറച്ച് കഴിഞ്ഞ് അവർ വരും അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വാട്സപ്പ് അയാൾ നോക്കുന്നെങ്കിൽ ആ നോക്കുന്ന ടൈമിൽ ഫ്രണ്ടിലായിട്ട് നമ്മൾ ഈ മെസ്സേജ് കാണണം എന്ന ഉദ്ദേശത്തിലാണ് ടാഗ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ നോക്കാം. ഇപ്പോൾ ഇതിലെല്ലാവരും പേര് നമുക്കിപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ എൻ്റെ ഈ കോണ്ടാക്റ്റ് എടുത്ത് ഇതിൽ നമ്മൾ എന്താണ് നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ളത്. പിന്നെ ഓക്കെ നമുക്കിപ്പോൾ എന്താണ് ടൈപ്പ് ചെയ്യാനുള്ളത് ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് ചെയ്താൽ ഇങ്ങനെ സെൻഡ് ചെയ്താൽ അതവിടെ നമുക്ക് അയാൾക്ക് മാത്രമേ ടാഗായിട്ട് എപ്പോഴത് ഉണ്ടാവും. അതാണ് ടാഗ് ചെയ്യുന്നതെന്ന് പറയുന്നത് വാട്സപ്പിൽ. പിന്നെ നമുക്ക് നോക്കാനുള്ളത് വാട്സപ്പിൻ്റെ നമുക്ക് എല്ലാവരും സ്റ്റാറ്റസ് നോക്കുകയാണോ ആരുടെയെങ്കിലും എന്തെങ്കിലും ഒരു അസൂയ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവരത് നോക്കിയ കാര്യം അവർ അറിയാനും പാടില്ല. അങ്ങനെയുള്ളവർ ധാരാളം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അങ്ങനെയുള്ളവർക്ക് അവരറിയാതെ തന്നെ സ്റ്റാറ്റസ് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്സാണ് ഇത് ഞാനിപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഈ വീഡിയോയിൽ എനിക്ക് പറഞ്ഞു തരുന്നത്. അതിനുവേണ്ടി നമ്മൾ ഈ സെറ്റിങ്സിൽ പോലെ തന്നെ നമ്മുടെ സെറ്റിങ്സിൽ ഓപ്പൺ ചെയ്തിട്ട് പിന്നെ അക്കൗണ്ടിൽ പോയിട്ട് പ്രൈവസിയിൽ പോയാൽ ഇവിടെ റീഡ് റെസിപ്റ്റ് എന്ന് പറയുന്ന ഒരു ടിക്ക് ബട്ടൺ കാണാം. അതൊന്ന് ക്ലോസ് ചെയ്തിട്ട് എടുത്താൽ തന്നെ നമുക്ക് പിന്നെ ആർക്കും നമ്മൾ സ്റ്റാറ്റസ് നോക്കിയത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആർക്കും കാണാൻ പറ്റില്ല. അത് ചിലർക്കെങ്കിലും ഉപകാരപ്പെടുന്ന ഒരു ടിക്സായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്.
അപ്പോൾ ഫ്രണ്ട്സ്, ഇനിയും വാട്സപ്പിൻ്റെ ഒരുപാട് നല്ല നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. ഇനി അടുത്തുള്ള വീഡിയോയിൽ ഞാൻ ഇതിലും നല്ല കുറച്ച് ഫീച്ചേഴ്സും പിന്നെ ഹൈഡ് ഓപ്ഷനും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് പിന്നെ തൽക്കാലം വീഡിയോ അവസാനിക്കുന്ന മുമ്പ് നിങ്ങളെല്ലാവരും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ, വിലപ്പെട്ട കമൻറ്റും പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾ കൂട്ടുകാരിലേക്ക് വീഡിയോ അയച്ചു കൊടുക്കുക. അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും നല്ല മാത്രം ആശംസിച്ചുകൊണ്ട് തൽക്കാലം ബൈ.